ഡിസംബർ 3-ാം തീയതി ശംഖുമുഖത്ത് നേവൽ ഷോ അല്ലെങ്കിൽ ഡിസ്പ്ലേ നടത്തുന്നു. നമ്മുടെ രാഷ്ട്രപതിയൊക്കെ വരുന്നുണ്ട്. എന്തുകൊണ്ടായിരിക്കും കേരളത്തെ അല്ലെങ്കിൽ തിരുവനന്തപുരം തിരഞ്ഞെടുക്കാനുണ്ടായ കാരണം എന്ന് എന്തെങ്കിലും അഭിപ്രായമുണ്ടോ? കേരളത്തിലെ നമ്മുടെ ഇന്ത്യൻ നേവിയിലെ 3 കമാൻഡുകളിൽ ഒന്ന് കേരളത്തിലാണ്, കൊച്ചി സദേൺ കമാൻഡ്. പക്ഷേ സദേൺ കമാൻഡിനേക്കാളും കൂടുതൽ നേവിയെ സംബന്ധിച്ചിടത്തോളം കൂടുതൽ പ്രാധാന്യം അർഹിക്കുന്നത് ശ്രീലങ്കയുമായിട്ടുള്ള പ്രോക്സിമിറ്റി വെച്ചിട്ട് നോക്കുമ്പോഴത്തേക്ക് അത് തിരുവനന്തപുരമാണ്. മാത്രമല്ല, ഇപ്പോൾ വന്ന ഒരു പുതിയ ഡെവലപ്മെന്റ്, കഴിഞ്ഞ വർഷത്തിൽ നിന്നും ഈ വർഷം ഉണ്ടായ ഒരു പുതിയ ഡെവലപ്മെന്റ്, വിഴിഞ്ഞം തുറമുഖം വന്നു എന്നുള്ളതാണ്. വിഴിഞ്ഞം തുറമുഖം നമ്മൾ സാധാരണഗതിയിൽ നോക്കുമ്പോഴത്തേക്ക് അതൊരു സിവിലിയൻ തുറമുഖമാണ്, കപ്പൽ അടുക്കുന്ന ഒരു സ്ഥലമാണ്. പക്ഷേ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, സിവിലിയൻ തുറമുഖമാണെങ്കിൽ പോലും ഒരു എമർജൻസി വരികയാണെങ്കിൽ ഈ തുറമുഖം ഏറ്റെടുക്കാനും അവിടെ അത് പ്രവർത്തിപ്പിക്കാനും അവിടെ നിന്ന് നമ്മുടെ നേവിയുടെ കാര്യങ്ങൾ ചെയ്യാനുമുള്ള സാഹചര്യം കൂടെ ഒരുക്കിയിട്ടാണ് നമ്മുടെ വിഴിഞ്ഞം തുറമുഖം പ്ലാൻ ചെയ്തിരിക്കുന്നത്. മാത്രമല്ല, ഒരു യുദ്ധ സാഹചര്യത്തിൽ ഏത് സിവിലിയൻ ഫെസിലിറ്റിയും ഏറ്റെടുക്കാനും പ്രവർത്തിപ്പിക്കാനും ഇന്ത്യയിലെ സേനകൾക്ക് അധികാരമുണ്ട്. അതുകൊണ്ട് നമ്മുടെ നേവിയുടെ തന്നെ ഒരു സ്റ്റാൻഡ് ബൈ ബേസ് ആയിട്ട് നമുക്ക് വിഴിഞ്ഞം തുറമുഖത്തെ നമുക്ക് സങ്കല്പിക്കാം. മാത്രമല്ല, ഈ ഇന്ത്യൻ ഡിഫൻസിന്റെ ഒരു പുതിയ പദ്ധതി എന്ന് പറയുന്നത് തിയേറ്റർ കമാൻഡ് അല്ലെങ്കിൽ ജോയിന്റ് കമാൻഡ് എന്നുള്ള ഒരു കാര്യമാണ്. അതായത് ആർമിയുടെയും നേവിയുടെയും എയർഫോഴ്സിന്റെയും ഫെസിലിറ്റീസ് കോമൺ ആയിട്ട് ഉപയോഗിക്കുക, കോമൺ കമാൻഡ് ഉപയോഗിക്കുക. അതിനകത്ത് ആർക്കാണോ കൂടുതൽ മേൽക്കൈ വരുന്നത് അവരെ അതിന്റെ കമാൻഡറായിട്ട് തീരുമാനിക്കുക. ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് വരുന്നത്. അങ്ങനെ വരുമ്പോൾ തിരുവനന്തപുരത്ത് എയർബേസ് ഉണ്ട്, എയർഫോഴ്സിന്റെ സദേൺ കമാൻഡ് തിരുവനന്തപുരത്തുണ്ട്. മാത്രമല്ല, ഒത്തിരി വിമാനങ്ങളുള്ള ഒരു ഫെസിലിറ്റി ഉള്ള ഒരു സ്ഥലമാണ് ശംഖുമുഖം. അപ്പൊ ശംഖുമുഖത്തിനടുത്ത് തീർച്ചയായിട്ടും ഈ എക്സസൈസ് കഴിഞ്ഞതിന് ശേഷവും ഈ എക്സസൈസിന്റെ കൂടെ നേവിയുടെ ഒത്തിരി ഫെസിലിറ്റീസ് ആഡ് ചെയ്യാനും വളരെ രഹസ്യമായിട്ട് തന്നെ അതൊക്കെ ഓപ്പറേറ്റ് ചെയ്യാനുള്ള സൗകര്യം എയർഫോഴ്സ് ബേസിനകത്തുണ്ട്. ഇപ്പോൾ ജോയിന്റ് കമാൻഡ് വരുമ്പോഴത്തേക്ക് തീർച്ചയായിട്ടും സദേൺ എയർ കമാൻഡിന്റെ ഫെസിലിറ്റിയിൽ ഒത്തിരി നേവൽ ഓഫീസേഴ്സും അവരുടെ ഫെസിലിറ്റീസും കൂടെ ആഡ് ചെയ്യാൻ ഉള്ള സാധ്യത നമ്മൾ കാണുന്നുണ്ട്. ചിലപ്പോൾ ശംഖുമുഖം ബേസ് ചെയ്തിട്ട് ഒരു പുതിയൊരു നേവൽ ബേസ് വരാനുള്ള സാധ്യതയും നമുക്ക് തള്ളിക്കളയാൻ പറ്റത്തില്ല. കാര്യം നേവിയുടെ അന്തർവാഹിനികൾക്കാണെങ്കിലും സാധാരണ കപ്പലുകൾക്കാണെങ്കിലും വരാനും പാർക്ക് അതിന്റെ ബേസ് ഇടാനും ആങ്കർ ചെയ്യാനും ഒക്കെയുള്ള സൗകര്യം കേരളത്തിനോട് ചേർന്നുള്ള, അതായത് തിരുവനന്തപുരത്തിനോട് ചേർന്നുള്ള കപ്പൽച്ചാലുകളുണ്ട്, അന്താരാഷ്ട്ര കപ്പൽച്ചാലുകൾക്ക് അടുത്തുമാണ്. അപ്പോൾ ആ ഒരു ഫെസിലിറ്റി കൂടെ ഉപയോഗിക്കാൻ ശംഖുമുഖത്ത് ഒരു പുതിയ നേവൽ ബേസ് എയർബേസിനോട് ചേർന്ന് രൂപീകരിക്കാനാണ് ഏകദേശം 250 കോടി രൂപ ചെലവാക്കിയിട്ടാണ് ശംഖുമുഖം കടൽ തീരം ഇന്ത്യൻ നേവി പുതുക്കി പണിതത് കേരള ഗവൺമെന്റ് ആണെങ്കിലും അതിന് വേണ്ടിയിട്ടുള്ള എസ്റ്റിമേഷനും അതിന്റെ സൂപ്പർവിഷനും എല്ലാം ഇന്ത്യൻ നേവിയാണ് ചെയ്തത്. അപ്പൊ നേവിക്ക് തീർച്ചയായിട്ടും ഉപയോഗിക്കാൻ സാധ്യതയുള്ള ഒരു സീ പോർട്ടായിട്ട് ശംഖുമുഖം വികസിക്കട്ടെ എന്ന് നമുക്ക് ചിന്തിക്കാം. അതിനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാൻ പറ്റത്തില്ല. പൂവാർ തൊട്ട് ശംഖുമുഖം വരെയുള്ള കടൽ തീരം നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കടൽ തീരമാണ്. അവിടെ നമ്മുടെ കോസ്റ്റ് ഗാർഡിന്റെ ആൾറെഡി ഒരു സ്റ്റേഷൻ കോവളത്തുണ്ട്. കോസ്റ്റ് ഗാർഡ് എന്ന് പറയുന്നത് നമുക്കറിയാം നേവിയുടെ ഒരു എക്സ്റ്റൻഷൻ തന്നെയാണ്. അത് പ്രത്യേക ഫോഴ്സ് ആണെങ്കിലും നേവിക്ക് വേണ്ടിയിട്ടുള്ള സപ്പോർട്ട് കൊടുക്കുക എന്നുള്ളതാണ് അവരുടെ ജോലി. അപ്പോൾ കോവളം, അതായത് പൂവാർ കപ്പൽ റിപ്പയറിംഗ് സെന്റർ, വിഴിഞ്ഞത്ത് തുറമുഖം, കോവളത്ത് ലൈറ്റ് ഹൗസ് പ്ലസ് കോസ്റ്റ് ഗാർഡ് സ്റ്റേഷൻ, ശംഖുമുഖത്ത് എയർഫോഴ്സ് സ്റ്റേഷൻ, ഇങ്ങനെ വന്ന് നോക്കുമ്പോഴത്തേക്ക് ഇതൊക്കെ ഒരു മാലയായിട്ട് നമുക്ക് തോന്നാൻ പറ്റും സെക്യൂരിറ്റി ആസ്പെക്റ്റിൽ നോക്കുമ്പോൾ. അപ്പൊ ഇതിനെല്ലാം കൂടെ കോർഡിനേറ്റ് ചെയ്ത് വർക്ക് ചെയ്യാനുള്ള ഒരു ശ്രമമായിരിക്കണം തിരുവനന്തപുരത്ത് നടക്കാൻ പോകുന്നത്. അതിനുശേഷം എന്തായാലും ഈ തിരുവനന്തപുരത്തെ പ്രോഗ്രാമിന് ആദ്യം നമ്മൾ പ്രധാനമന്ത്രിയായിരുന്നു പ്ലാൻ ചെയ്തിരുന്നത്. പക്ഷേ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ഡൽഹി സന്ദർശിക്കുന്നതുകൊണ്ട് അദ്ദേഹത്തിന് എത്തിപ്പെടാൻ പറ്റുന്നില്ല. അതുകൊണ്ടാണ് അദ്ദേഹം രാഷ്ട്രപതിയെ ഈ ഒരു ചടങ്ങിലേക്ക് തീരുമാനിച്ചതെന്ന് നമുക്ക് മനസ്സിലാക്കാം. എന്തായാലും ഈ ഒരു നേവൽ ഷോ 2 ദിവസത്തിനകത്ത് തിരുവനന്തപുരത്തെ ആകാശത്ത് വിസ്മയങ്ങൾ, ആകാശത്തും കടലിലും ഒരേപോലെ വിസ്മയങ്ങൾ
സൃഷ്ടിക്കാനുള്ള ഒരു സാഹചര്യം നമുക്ക് പ്രതീക്ഷിക്കാം. ഇന്ത്യൻ നേവിയുടെ MiG-29 വ്യോമാഭ്യാസ പ്രകടനങ്ങൾ നടത്താനുള്ള സാധ്യതയുണ്ട്. എന്തായാലും അതിന് വേണ്ടിയിട്ട് KSRTC പ്രത്യേക ബസ്സും സൗകര്യങ്ങളും KSRTC ഒരുക്കിയിട്ടുണ്ട്. കാണുന്നവർക്ക് ശംഖുമുഖത്തേക്കുള്ള ഒഴുക്കുണ്ടാവും 2 ദിവസങ്ങളിൽ. മാത്രമല്ല ഇത് സംബന്ധിച്ച് തിരുവനന്തപുരം നഗരത്തിൽ മൊത്തത്തിൽ നമ്മുടെ ട്രാഫിക് നിയന്ത്രണങ്ങളും എന്തായാലും നമുക്ക് പ്രതീക്ഷിക്കാം. രാഷ്ട്രപതിയെയും മറ്റ് ഉന്നത സൈനിക രാഷ്ട്രീയ നേതാക്കളെ ഭരണ നേതാക്കളെ നമുക്ക് അവിടെ പ്രതീക്ഷിക്കാം. നന്ദി, നമസ്കാരം.